മഴക്കാലമൊക്കെ അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസൺ ആണല്ലോ. വീട്ടിൽ കുറെ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും മാങ്ങ ഇരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. അങ്ങനെ പിന്നെ കരുതി പുഡിങ് ചെയ്യാമെന്ന്. അങ്ങനെ പുഡിങ്ങിന് വേണ്ടിയിട്ട് തോലൊക്കെ കളഞ്ഞ മാങ്ങയാണ് എടുത്തത്. തോല് കളഞ്ഞിട്ട് ഞാൻ ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നല്ല രീതിയിൽ പൾപ്പാക്കിയിട്ടുണ്ടേ. മാങ്ങ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ടേ, കാരണം വീട്ടിൽ അംഗങ്ങൾ കുറവാണല്ലോ. അതുകൊണ്ടാണ് മാങ്ങ കുറച്ചെടുത്തത്. ഞാൻ അതും അടിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് മാങ്ങ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. കാരണം മാങ്ങ ഒരുപാടുള്ളതുകൊണ്ട് മാങ്ങയ്ക്ക് അത്യാവശ്യം മധുരവും ഉണ്ടായിരുന്നു. അപ്പം ഇത് തന്നെ മതിയെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടേ. എന്നിട്ട് കുറച്ച് പാലും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. അതൊന്ന് നല്ല രീതിയിൽ പൾപ്പായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതി വരെ ആക്കിയെടുത്തിട്ടുണ്ടേ. എന്നിട്ട് അത് ഞാൻ ഒരു പാനിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടായ പാനിലേക്ക് ഞാൻ മൊത്തം പൾപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് അതിന് ഒരു കരണ്ടി എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പുഡിങ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലോർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് പാലിലേക്ക് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. കട്ടയെല്ലാം ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഞാൻ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ജെലാറ്റിൻ ഉണ്ട്. ഞാൻ പക്ഷെ ഒന്ന് കോൺഫ്ലോറിൽ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് കോൺഫ്ലോറിൽ ചെയ്തത്. എന്നിട്ട് നമ്മുടെ മിക്സ് ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ കോൺഫ്ലോറിൻ്റെ മിക്സാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ച് വേണേ മിക്സ് ചെയ്യാനായിട്ട്. ഒഴിക്കും തോറും മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണേ, അടിക്ക് പിടിക്കാതെ നോക്കുകയും വേണം. അങ്ങനെ ഞാൻ അത് മിക്സ് എല്ലാം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് നല്ല രീതിയിൽ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണേ. എന്നിട്ടും നല്ല രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ചമണം കാണും, അത് പോകുന്നവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണേ. അങ്ങനെ അതിൻ്റെ മണമെല്ലാം പോയി നന്നായി എന്ന് കണ്ടതിന് ശേഷം ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ ബബിൾസ് എല്ലാം പോകുന്നവരെ ഞാൻ നല്ല രീതിയിലൊന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മണിക്കൂർ ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഫ്രീസറിൽ വെച്ചതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്കാണ് നിങ്ങളീ കാണുന്നത്.